ജോർജ് ജോസഫ് സാർ, ഇന്നിപ്പോൾ ഈ രണ്ട് യുവ സംവിധായകരെ 3 പേരെ പിടിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ യുവ സംവിധായകരാണ്, ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇവരുടെ ഫ്ലാറ്റ് എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അവരെ പിടികൂടി. അതിനുശേഷം പിന്നീട് അത് ഒരു കമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട്, ഒരു വാണിജ്യ ആവശ്യത്തിനുള്ള അളവല്ലാത്തത് കൊണ്ട് അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ അവർ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അതുപോലെ തന്നെ സംവിധായകനും ക്യാമറമാനുമായ സമീർ താഹിറും ഒക്കെ, നേരത്തെ ഷൈൻ ടോമും ഒക്കെ ഇവരുടെ എക്സൈസ് പിടിക്കുമ്പോൾ ഇവർ സമ്മതിക്കുകയാണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നത്. നമുക്കറിയാം ഈ ന്യൂജൻ സിനിമകളിലെ ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാരായ ആളുകളിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. ചിലയിടങ്ങളിൽ നിന്ന് പരാതികൾ ഉയർന്നു വന്നിരുന്നു. ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ എങ്ങനെയാണ് നടന്മാർ, അവരിൽ ചില ആളുകൾ ലഹരി കിട്ടിയേ തീരൂ എങ്കിൽ മാത്രമേ ഇനി തുടർന്നുള്ള സീനുകളിൽ അഭിനയിക്കൂ എന്ന് വാശി പിടിച്ചത് എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ ഈ കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു നിരീക്ഷണം നടത്താനോ ഇവരിലേക്ക് അന്വേഷണം എത്തിക്കാനോ അഥവാ ഇവരെ ആരെങ്കിലും പിടികൂടിയാലും ഈ ശിക്ഷിക്കാനോ ഒന്നും പറ്റാതെ പോകുന്നത്? നമുക്ക് എവിടെയാണ് നമ്മുടെ സംവിധാനങ്ങളുടെ പരിമിതിയാണോ, നിയമത്തിൻ്റെ അഭാവമാണോ, എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ സിനിമാ മേഖലയിലെ കാര്യങ്ങളിലേക്ക് കടന്നു കയറാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? ഇല്ല, അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. സിനിമാ മേഖലയിൽ കുറേ വർഷങ്ങളായിട്ട് ലഹരിയുടെ അതിപ്രസരം തന്നെ. ഈ ലഹരി വിറ്റ് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് പല സിനിമകളും വെളിയിലോട്ട് വരുന്നത്. 2, 3, 4 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിനിമ പുറത്തിറക്കാം. ഇവിടെ ഇപ്പം കഴിഞ്ഞ ഒരു 2-3 മാസം കൊണ്ട് 50 കോടി കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് വിറ്റഴിച്ചു പോയത്. 50 കോടിയാണ്. ഇപ്പം തന്നെ നമുക്ക് ആലപ്പുഴയിലെ സംഭവം നമ്മൾ മറക്കരുത്. ആ സുൽത്താന എന്ന് പറഞ്ഞ, അല്ലെ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ആ ലേഡിയെ ആലപ്പുഴ കൊണ്ടുവന്നത് 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ്. ആർക്കാണ് അത് കൊടുക്കാൻ കൊണ്ടുവന്നത്? അത് ഷൈൻ ടോം ചാക്കോയ്ക്കും അതുപോലെ ശ്രീനാഥ് ഫാസിക്കും തന്നെ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് എക്സൈസ് പിടിച്ചിട്ട് ആ ഒരു സംഭവം അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ കൂടെയാണ് അതിൻ്റെ പണം വരുന്നത്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഇൻവോൾവ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല എക്സൈസിന്. അതൊക്കെ ഇതിനകത്തുള്ള വൈതരണികളാണ്. മലയാള സിനിമയിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിക്കോളൂ, ഇന്ത്യൻ സിനിമയുടെ ഒപ്പം നിന്നതാണ് മലയാളം, അല്ലെങ്കിൽ ബംഗാൾ സിനിമയുടെ ഒപ്പം നിന്നാണ് മലയാള സിനിമകൾ. നമുക്ക് നമ്മുടെ ഇവിടുത്തെ പഴയ അല്ലെങ്കിൽ ഇപ്പം സിനിമ എടുക്കാത്ത വളരെയധികം നല്ല ഡയറക്ടേഴ്സുണ്ട്. അപ്പോൾ അവരൊക്കെ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ പ്രസക്തമുള്ള സബ്ജക്റ്റുകളാണ്. ഇപ്പോഴെന്താണ് എല്ലാ സിനിമയിലും വരുന്നത്? മാർക്കോ നമ്മൾ കണ്ടല്ലോ, അതൊക്കെ നിരോധിക്കേണ്ട സിനിമയാണ്. മാർക്കോ ഉൾപ്പെടെയുള്ള മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കണ്ടു. എന്താണ് കഴിഞ്ഞ 8-10 വർഷമായിട്ട് മലയാള സിനിമയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത്, ആ കൊന്നാൽ എങ്ങനെയാണ് കൊല്ലേണ്ട വിധങ്ങൾ, കൊച്ചുകുട്ടികളെ കൊല്ലുന്നത് എങ്ങനെ, വലിയവരെ കൊല്ലുന്നത് എങ്ങനെ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കഷ്ണം കഷ്ണമാക്കി തെളിവ് നശിപ്പിക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അവിടുന്ന് മാറ്റി കുഴിച്ചിടുന്നത്, പോലീസിനെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒരു കേസ് അന്വേഷണം കണ്ടുപിടിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ, ഇതൊക്കെയാണ് മലയാള സിനിമയിലെ ഈ ലഹരി ഉപയോഗിക്കുന്ന ഡയറക്ടർമാരെല്ലാം മലയാള സമൂഹത്തിന് സംഭാവന ചെയ്തു. നമ്മളത് മറക്കരുത്. കാരണം കുട്ടികളെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വരെ അടുത്ത കാലത്ത് കാണിച്ചു. അപ്പം ഇത് ആരാണിത് കൺട്രോൾ ചെയ്യേണ്ടത്? സമൂഹത്തെ മുഴുവൻ തെറ്റിച്ചു കൊണ്ടുപോയി നമ്മുടെ കുട്ടികളെല്ലാം. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ടല്ലോ, അവിടെ സൂരജ് എന്നൊരു കൊയ്യനെ, ഒരു +2 പയ്യനെ കൊലപ്പെടുത്തി കണ്ടല്ലോ. അതിനിപ്പോൾ ഷഹബാസിനെ കൊന്നത് കണ്ടല്ലോ. അപ്പം കുട്ടികളും ഇവിടുത്തെ തലമുറ മുഴുവൻ ഈ ഡ്രഗ്സ് അടിച്ച് അമ്മാർ കാണിക്കുന്ന വിക്രിയകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ്. അപ്പം മലയാള സിനിമയിൽ ഇപ്പം സംഭാവന ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെ വകവരുത്തുന്നതും കൊല്ലതും അതിൻ്റെ പ്രോസിക്യൂഷനും പോലീസിനെ വെട്ടിച്ച് എങ്ങനെ പോകാം, ഇങ്ങനെയുള്ളതാണ് മലയാള സിനിമ. ഇത് നമ്മൾ മാറി ചിന്തിച്ചിരിക്കുന്നു. നമ്മൾ ജോർജ് ജോസഫ് സാർ, ആവശ്യം സിനിമയിലെ ഉള്ളടക്കത്തെ കുറിച്ചാണല്ലോ, അതിലെ കോണ്ടന്റിനെ കുറിച്ചാണല്ലോ. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇതുപോലെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട്, രാസലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ പിടിക്കപ്പെടുന്നവരൊക്കെ അവർ ലഹരി ഉപയോഗിക്കുന്നവരാണ്, സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെന്ന് കരുതുന്നു. വലിയ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച അല്ലെങ്കിൽ അതിന് ജന്മം കൊടുത്ത, അതിന് രൂപപ്പെടുത്തിയ ആളുകളൊക്കെയാണ്. അതിന് പിന്നിലെ ക്രിയേറ്റീവായിട്ട് കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്, ഞങ്ങൾ ഇതിന് സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന്. ജോർജ് ജോസഫ് സാർ, എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ ഇതിൻ്റെ നിരീക്ഷണം ശക്തമാക്കാനും നടപടികൾ സ്വീകരിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത്? ആരാണ് അതിന് തടസ്സമുള്ളത്? അത് നമുക്കറിയാം.
ഈ സിനിമാ മേഖലയിൽ പണം ഒഴുക്കാണ്. അത് അവിടെ കൊടുക്കേണ്ടവർക്കൊക്കെ പണം അവിടെ ചെല്ലുന്നുണ്ട്. കാരണം ഇവർ ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ്, ഞങ്ങളെല്ലാവരും ഈ ലഹരി ഉപയോഗിക്കുന്നവരാണ്, അതിനെന്താ കുഴപ്പം, എന്താ തടസ്സം, ആ രീതിയിലല്ലേ ചോദിക്കുന്നത്. അപ്പോൾ സിനിമാ മേഖല യാതൊരു കൺട്രോൾ, കാരണം അവിടെ ഈ പറയുന്ന പോലെ അമ്മയ്ക്കോ ഫെബ്കായ്ക്കോ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിനിമ എടുക്കുകയും അത് ആരോടും കടപ്പാടില്ല, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി കുറേ ആക്ടേഴ്സ് ഉണ്ട്, അവരുടെ അംബീഷനാണ്. അങ്ങനെയാണ് സിനിമാ മേഖലയിൽ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല, ഫെബ്കായ്ക്കും ഇല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനും ഇല്ല. കാരണം അവരൊക്കെ നല്ല സിനിമ എടുത്ത ആൾക്കാരൊക്കെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പലരും കാണുന്നത്. അതേസമയത്ത് ഇപ്പോഴത്തെ ഈ കോപ്രായങ്ങൾ കാണിക്കുന്ന സിനിമ എടുക്കുന്നവരാരും അവർ ആ സംഘടനയിലില്ല, അല്ലെങ്കിൽ സംഘടന പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് ഇവരെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ചെയ്യേണ്ടത് ഇതുപോലുള്ള സിനിമ ഇറക്കുന്നവർ, ഈ ലഹരി ഉപയോഗിച്ച പണം, ലഹരി വിറ്റുണ്ടാക്കുന്ന പണം കൊണ്ട് സിനിമ എടുക്കുന്നവർ, ആ പടം പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല ആ ഓരോ തിയേറ്റർ ഉടമയും അത് തീർച്ചയായിട്ടും നിരോധിക്കണം. ആ പടം റിലീസ് ചെയ്യാൻ അവിടെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇത് പരിഹരിക്കും, അല്ലെങ്കിൽ പൊതുജനങ്ങൾ അവിടെ സംഘടിക്കേണ്ടി വരും. കാരണം തിയേറ്റർ ഉടമകൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലാതെ മറ്റ് അസോസിയേഷനൊക്കെ ഇന്ന് വരെ എത്രയോ നാൾ ഓരോരുത്തരുടെ ചാനലിലൊക്കെ നമ്മളിത് സംസാരം കണ്ടു, ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നടക്കില്ല. അത് അവരുടെ കൺട്രോളിലല്ല അവരൊക്കെ അവർ പണം മുടക്കി ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നതാണ്. അവൻ്റെ പണം മുടക്കുന്നതും ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നത് മറ്റവരാരും സഹായമില്ലാതെ ചെയ്യുകയാണിത്. ഇപ്പോൾ തന്നെ ഇവർ രണ്ടുപേര്, നമ്മൾ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും, അവർ ഈ രണ്ട് സിനിമ എടുത്തിട്ടുള്ളവരാണ്. അത് ഒരുവിധം കൊള്ളാവുന്ന സിനിമകളൊക്കെ തന്നെയാണ്, ഒരുവിധമൊക്കെ പണം കളക്ട് ചെയ്ത് വരികയും ചെയ്തു. പക്ഷേ ലഹരിയുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സിനിമ എടുക്കുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പോലീസ് കുറച്ചുകൂടെ ശക്തമാണ്. ഇപ്പം തന്നെ ഈ എക്സൈസുകാർ ആ ഫ്ലാറ്റിനകത്ത് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് അവരെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയില്ല? അവിടെ തെറ്റി. കാരണം അവർ ലഹരി ഉപയോഗിക്കുന്നവരെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. അവിടെ സമീർ താഹ എന്ന ആ ഒരു ആളിൻ്റെ ഫ്ലാറ്റിൽ തന്നെയാണ് ഇവരിയ്ക്കുന്നത്. അപ്പം കേരളത്തിലെ എറണാകുളത്ത് സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന മിക്കവാറും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എല്ലാം ലഹരി അടിക്കണമെന്ന് ഇയാളുടെ ഫ്ലാറ്റിലാണ് വരുന്നത്. അത് അയാൾക്കൊരു വരുമാന മാർഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ശക്തമായിട്ട് രംഗത്ത് വരണം. പോലീസ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കൺസ്യൂമർ റേറ്റിലുള്ള അത്രയുള്ള ഒരു 1.6 ഗ്രാം എങ്ങാണ്ട് ഇപ്പോൾ അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പം ഒരു ഗ്രാമിന് അകത്ത് അല്ലെങ്കിൽ 1 കിലോ വരെയുള്ള ഹൈബ്രിഡ് ഗഞ്ചാവ് കൈവശം വെക്കാമെന്നുള്ളത് വെച്ചാലും പോലീസ് ജാമ്യം കൊടുക്കണ്ട, എക്സൈസും ജാമ്യം കൊടുക്കണ്ട. അവർ കോടതി പോട്ടെ, കോടതി പോയി 2 ജാമ്യക്കാരെ കൊണ്ടുവന്ന് അവർ ജാമ്യം എടുക്കട്ടെ. അതിനുശേഷം കോടതിക്ക് തന്നെ മനസ്സിലാവും അടുത്ത പ്രാവശ്യം ഇവരെ പിടിച്ചോണ്ട് വരുമ്പോൾ അവർ റിമാൻഡിലോട്ട് പോകും. ശരി, ഇപ്പം തന്നെ